നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ തിരക്ക് പിടിച്ച ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇക്രമോനെയും ലക്കീന് എണീപ്പിച്ചിട്ട് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷിൽ പേസ്റ്റ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് പിന്നാലെ നടന്ന് പല്ല് തേക്കാൻ പറയണം, ഇല്ലെങ്കിൽ ആ കിടത്തം ആ ബെഡുമ്പോൾ രണ്ടെണ്ണം കിടക്കും. ലീവുള്ള ദിവസമായതുകൊണ്ട് ഞാൻ ഏട്ടനോട് കുറച്ച് ചിക്കൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതിൻ്റെതായ പണികളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ട് ഞാനും ഏട്ടനും കൂടിയിട്ട് ചിക്കൻ വാങ്ങി. ഹോൾസെയിലായിട്ട് കടകൾക്ക് ചിക്കനൊക്കെ കൊടുക്കുന്ന ഷോപ്പാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നത് എന്താന്ന് വെച്ചാൽ ചിക്കൻ പാർട്സ് വാങ്ങാൻ, കക്കും കരളും അത് വാങ്ങാൻ വേണ്ടി വന്നത്. പക്ഷേ സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കിട്ടുന്ന വരെ. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ജസ്റ്റ് ഒരു കാലിച്ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് വെക്കുമ്പോൾ ഒരു ബൂസ്റ്റും ഞങ്ങൾ 2 ചായയും കുടിച്ചിട്ട് വന്നേ. അപ്പോഴേക്കും ഞങ്ങൾ റെഡി ആയിട്ട് വെക്കാനുള്ള എല്ലാവിധ സാധനങ്ങളും ചതച്ചും നുറുക്കിയിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്ര വലിയ പണിയൊന്നുമില്ല, നമുക്ക് ചിക്കൻ കഴുകി എടുക്കാനുള്ള പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേഗമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങൾ രാവിലെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും വട്ട ഇളഞ്ഞിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എന്തെങ്കിലും വയറ്റിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ പിന്നാലെ നടന്ന് ഓരോ കോപ്രായം കാണിച്ചിട്ടേ അങ്ങോട്ട് എത്തുള്ളൂ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പരാൾ കഴിക്കുന്നില്ല, ഞങ്ങൾ കഴിക്കുന്ന കാണാൻ വേണ്ടി വന്നിരിക്കട്ടാ. അങ്ങനെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പിറ്റേ ദിവസം കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് നന്നാക്കി വെക്കുകയാണ്. ഇന്നത്തേക്കുള്ള മെനു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കറി വെക്കണില്ല, നന്നാക്കിയിട്ട് നാളെ ഓഫീസിൽ തന്നെ പകുതി പണി കഴിഞ്ഞു. അപ്പോൾ പകുതി എടുത്ത് കായം തേച്ച് വെക്കും വറക്കാൻ വേണ്ടിയിട്ട്, പകുതി കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയും ചെയ്യും. ഇന്നത്തെ കറി മോരുകറിയാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഇപ്പോൾ രാവിലെ കറി വെച്ചില്ല, അപ്പോൾ അതും കുറച്ച് ഇരിപ്പുണ്ട്. എല്ലാം കൂടി അങ്ങ് ആർഭാടാക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ലക്കിതാ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അവനെ ജസ്റ്റ് ഒന്ന് പുറപ്പെടുപ്പിക്കാൻ വേണ്ടി പുറത്ത് പോയി വരുമ്പോഴേ കിൻഡർ ജോയ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് കൂട്ടലാണ് അവിടെ. എനിക്ക് സാധനം കണ്ണി കണ്ടുകൂടട്ടോ, കാരണം ഇത് കൊടുത്ത ക്യാഷ് മുതലാവില്ല. എനിക്ക് അതാണ് സങ്കടം. മക്കൾക്ക് കഴിക്കാൻ മാത്രം ഒന്നും കിട്ടും ചെയ്യില്ല, ഇന്ന് അത്യാവശ്യം റേറ്റ് ആണേനും. അതും കൂടാതെ ചക്ര ഉണ്ടായിരുന്നു, അത് ഞാനും അവനും കൂടി തിന്നീർത്തു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഹോളിഡേ ഒക്കെ വരുമ്പോൾ ഈ മുഖസംരക്ഷണത്തിനും അതുപോലെ മുടിയുടെ കാര്യത്തിനും കുറച്ച് സമയം മാറ്റി വയ്ക്കാറുണ്ട്. ചുമ്മാ വെറുതെ എൻ്റെ ഒരു മനസ്സിനൊരു സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഹെയർ പാക്ക് ഉണ്ടാക്കുകയാണ്. കാപ്പിപ്പൊടിയും മുട്ടയും നേന്ത്രപ്പഴം ഒരു ഇച്ചിരി തൈരും കൂടിയിട്ട് നല്ലോണം അടിച്ചിട്ട് അത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ സാധാ നോർമൽ വാട്ടറിൽ അതങ്ങ് വാഷ് ചെയ്ത് കളയും. അങ്ങനെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫേസിലിടുന്നത് കിങ്ങിണി ഉണ്ടാക്കിയതാണ് കേട്ടോ ഫേസ് പാക്ക്. അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ആൾക്ക് തന്നെ അറിയുള്ളൂ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആൾ ചേർത്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആളത് കൊണ്ടുവന്നു, ഞാനിതെടുത്ത് തേക്കുന്നു. അപ്പോൾ ബാക്കി വന്നത് കിങ്ങിണിയും അതുപോലെ ഇക്രമോൻ്റെ മുഖത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുക്കുമ്പോൾ ചേച്ചി അവിടെ ഭയങ്കര ചീത്ത പറയുന്നുണ്ട്, കണ്ട സാധനങ്ങളൊക്കെ അവന് വാരി തേച്ച് കൊടുത്തിട്ട് മീശയും താടിക്ക് വരാണ്ടിരിക്കട്ടെ അപ്പോൾ കാണിച്ചു. ഈ വക കാര്യങ്ങളിലൊക്കെ ഇക്രമോന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. ഞാനും കിങ്ങിനൊക്കെ എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ അവൻ്റെ മുഖമായിട്ട് വരും ഉള്ളത് തേച്ചോളാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആവിധ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിൽ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കുകയാണ്. ഉണക്കപ്പയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. പിന്നെ ഇന്ന് മോരുകറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മോരുകറി വെച്ചത് ചിക്കൻ കുറച്ച് കായം തേച്ച് ഇരിപ്പുണ്ട് കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട്. മോരുകറിയും ചിക്കൻ വറുത്തതും നല്ല കോമ്പിനേഷൻ അല്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ചിക്കൻ വറക്കാനുള്ള പരിപാടിയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ അടുക്കളയത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വേഗം പോയിട്ട് ഒരു നല്ല കുളി അങ്ങ് പാസ്സാക്കണം. ബാക്കി ചിക്കൻ വറക്കാനുള്ള പരിപാടികളൊക്കെ ഞാൻ നാത്തൂനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ വേഗം പോയിട്ട് കുളിച്ചേച്ച് വന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ച് വന്നിരുന്നപ്പോൾ ഇക്രമോ പിന്നിൽ വന്നിരിപ്പുണ്ട്. ഊണ് കഴിക്കുമ്പോൾ 2 ഉരുള അവനും വേണമെന്ന് പറഞ്ഞിട്ട് ബാക്കി വന്നിട്ട് അങ്ങനെ ചൊറിയാണ് കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ അവൻ ഊണ് കഴിച്ചതാണ് വന്നിട്ട് 1-2 ഉരുളയ്ക്ക് വേണ്ടിയിട്ട് ആൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് അവനും വാരി കൊടുത്തിട്ട് ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറ്റി ഇറങ്ങുകയാണ്. എവിടേക്കാന്നല്ലേ, എല്ലാവരും കൂടിയിട്ട് ഒന്ന് പെരിയമ്പലം ബീച്ചിൽ ഞങ്ങൾ ഒരു ഫാമിലി ഏട്ടല്ല കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ട്. ചേച്ചിമാർ 2 പേരും ഉണ്ട്, കുട്ടികളുണ്ട്, അമ്മ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ അവിടുന്ന് തറവാടിൻ്റെ അവിടുന്ന് പാപ്പന്മാരുണ്ട്, പാപ്പുണ്ട്, മേമന്മാരുണ്ട്, അവരുടെ മക്കളുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പേര് ട്രാവലറിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഓരോരുത്തരും എടുത്തു പറയുന്ന ചിലപ്പോൾ വീഡിയോ മതിയാവില്ല, അതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ട്രാവലറൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങളിവിടെ പെരുമ്പലം ബീച്ചിലേക്ക് വന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴും ഞങ്ങൾ കുട്ടികൾ
ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട്. അവിടെ പോയിട്ട് കളിക്കാൻ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അവിടെ ചെന്നപ്പോൾ പാർക്കിംഗ് ഫീ എല്ലാവർക്കും ഒരാൾക്ക് ഇപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും 30 രൂപ വെച്ചിട്ട് പാർക്കിംഗ് ഫീ. ഞങ്ങൾ കയറിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും വലിയ അഡൽസിനൊന്നും അതിൽ കയറി കളിക്കാൻ പറ്റിയ ടൈപ്സ് റൈഡൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മക്കളെ എല്ലാവരും ഇത് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അവരെ നോക്കാൻ 2-3 പേരെ അവിടെ ഏർപ്പാടാക്കി. എന്നിട്ട് ബാക്കി പേര് ഇങ്ങോട്ട് കടപ്പുറത്തേക്ക് പോകുന്നു. വെറുതെ ആ നോക്കിയിരിക്കുന്നതിന് 30 രൂപ കൊണ്ടുപോയി കളയുണ്ടല്ലോ. എന്തായാലും അരമണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. ആ ഗ്യാപ്പിൽ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് റീൽസ് ഒക്കെ ചെയ്യാം, കളിച്ചും ചിരിച്ച് ഹാപ്പി ആവുകയും ചെയ്യും. എൻ്റെ ലക്കിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ നിരന്നിങ്ങനെ വീഴുന്ന സാധനം. പാർക്കിൽ ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ മതി അത്യാവശ്യം ആ പാർക്ക് നിറയ്ക്കാൻ തന്നെ. ലക്കി മോനെ ചെറിയ പേടിയുണ്ടെന്ന് അവൻ്റെ ഇരുത്തത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതാ തൊട്ടപ്പുറത്ത് വലിയ ചേട്ടന്മാർ കയറിയും ഇറങ്ങിയും കളിക്കുന്നുണ്ട്. ആ കയറ്റത്തിലിറക്കത്തിൽ 1-2 പോകുന്നുമുണ്ട്. ഞങ്ങളിതാ കടപ്പുറത്തിരുന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൂട്ടിയിട്ടുണ്ട്. പറയാൻ മാത്രം വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് വലിയ ഭാഗ്യം. എല്ലാവരും കടലിൽ ഇറങ്ങും എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ ഞാൻ ഒരു ജോഡി ഡ്രസ്സും കൂടി കയ്യിൽ പിടിച്ചു. അപ്പനും മേമ്മമാരും അതുപോലെ അമ്മയൊക്കെ അവിടെ ഇരിക്കുക ചെയ്തുള്ളൂ കേട്ടോ. ഞങ്ങൾ മാത്രമാണ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വല്ലപ്പോഴൊക്കെയുള്ള നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ചില മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് അങ്ങ് അടിച്ചു പൊളിച്ചുണ്ട് ചെയ്യും. ഉള്ളിലിന് എത്ര സങ്കടമുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്, എന്തൊക്കെ തോന്നിയാലും ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഒരുപാട് ചിരിക്കും, ഒരുപാട് വർത്തമാനം പറയും, ഒരുപാട് ഗോസിപ്സ് ഇറക്കും. എന്നാലും അതിനൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ ബൈ.